നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. തമിഴ്നാടിനെ നടുക്കിയ കരൂർ അപകടത്തിൽ മരണം 40ആയി. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട കരൂർ സ്വദേശി കവിനാണ് മരിച്ചത്. 111 പേരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. അപകടത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം തുടങ്ങി. സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. തമിഴക വെട്ടിക്കഴകത്തിന്റെ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി കരൂർ വേലുച്ചാമിപുരത്ത് നടന്ന സമ്മേളനത്തിലാണ് തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. പ്രതീക്ഷിച്ചതിനും അധികം ആളുകൾ പങ്കെടുത്ത പരിപാടിയാണ് വൻ ദുരന്തമായത്. ദുരന്തമുണ്ടായ ഉടൻ തന്നെ കരൂർ മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തിയ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അതിവൈകാരികമായാണ് പ്രതികരിച്ചത്. கொடூரமான காட்சிகள் எல்லாம் தொலைக்காட்சியில பார்த்தபோது எனக்கு மனசு கேட்கல, வீட்டில் இருக்கவே என்னால முடியல. പോലീസ് മതിയായ സുരക്ഷയൊരുക്കിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി കുറ്റപ്പെടുത്തി. அரசாங்கமும் காவல்துறையும் பொதுக்கூட்டத்தில் நடைபெறுவதற்கு பாதுகாப்பு வழங்க வேண்டும். அதேபோல அரசியல் கட்சி தலைவர்களும் அங்கே குழுமிட கூட்டத்திற்கு ஏற்றவாறு தாங்கள் நடந்து கொள்ள வேண்டும். ദുരന്തത്തിന് പിന്നാലെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും കരൂർ മെഡിക്കൽ കോളേജിലെത്തി. ഇനിമേൽ ഇതുമാതിരി വിപത്തുകൾ നടക്കக்கூடாது, அதற்கு இந்த அரசு முழு നടപടികൾ എടുക്കും. സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു. റിട്ടയർഡ് ജഡ്ജ് അരുണ ജഗദീശൻ കരൂരിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. 24 കരൂർ. കരൂരിൽ നിന്ന് സൂരജ് സജി തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. സൂരജ്, ഹൃദയഭേദകമാണ് കരൂരിലെ കാഴ്ചകൾ. അവിടെ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിന്റെ ആഘാതം, അതിന് ഞെട്ടിൽ നിന്നും ഇപ്പോഴും ആ ഗ്രാമം മാറിയിട്ടില്ല. സംഭവിച്ചതിന്റെ ആഴം അതിപ്പോൾ അവർ മനസ്സിലാക്കി തുടങ്ങുന്നതേയുള്ളൂ. ജീവനറ്റ ഒരുപാട് പേർ അവർക്ക് ഓർമ്മകളായി ഇപ്പോഴുണ്ട്. ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, ജുഡീഷ്യൽ അന്വേഷണം അവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നിലവിലെ അപ്ഡേറ്റുകൾ? എങ്ങനെയാണ് അന്വേഷണത്തിന്റെ ഒരു പുരോഗതി? നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് സൂരജ്? സൂരജ്, കേൾക്കാമോ? കരൂരിലുള്ള ദൃശ്യങ്ങൾ, അത് കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ പുറത്തു വന്ന വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അത് തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ കനിമൊഴി അടക്കമുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കുന്നുണ്ട്. ഒപ്പം മറ്റ് നേതാക്കളും അവിടെയുണ്ട്. നമുക്ക് സെന്തിൽ ബാലാജി അടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നിരവധി പേർ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകൾ കുടുംബാംഗങ്ങൾ പങ്കുവെക്കുന്നുമുണ്ട്. എന്തായാലും വിജയ് നിലവിൽ ഈ സ്ഥലം സന്ദർശിക്കണം എന്നൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിന് അനുമതി തേടിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പരിക്കേറ്റവർക്കും ഒപ്പം മരിച്ചവരുടെ കുടുംബങ്ങൾക്കും സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് താരം. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സൂരജ് സജിയിലേക്ക്. സൂരജ്, കരൂരിലെ നിലവിലെ സാഹചര്യം എന്താണ്? ഹൃദയഭേദകമായ ഒരുപാട് കാഴ്ചകൾ അവിടെ നിന്നും കഴിഞ്ഞ മണിക്കൂറുകളിൽ അടക്കം എത്തിയിട്ടുണ്ട്. നിലവിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ കൂടി വിശദാംശങ്ങൾ. പ്രജിൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കരൂരിൽ അപകടം നടന്ന മേഖലയിലാണ്. അല്പം മുമ്പാണ് ഇവിടെ എത്തി ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം പ്രാഥമിക പരിശോധനകൾ നടത്തി മടങ്ങിയത്. നാട്ടുകാരെ സംബന്ധിച്ചൊക്കെ വലിയ പ്രതിഷേധങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും ഈ വാക്കുതർക്കങ്ങളിലേക്കൊക്കെ ഈ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം, അതായത് വാക്കുതർക്കം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ചെറിയ വാക്കുതർക്കമൊക്കെയാണ് ഈ മേഖലയിലുള്ള. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടെ എത്തി പ്രാഥമികമായി വിവരങ്ങൾ തേടിപ്പോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം ഭീകരമാണ്. അതായത് ഇന്നലെ ഈ സമയത്താണ് ഈ അപകടങ്ങൾ നടക്കുന്നത്. ആ അപകടത്തിന്റെ വ്യാപ്തി വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ്. കാരണം ഇത്രമാത്രം ചെരുപ്പ്, അത് ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ റോഡിൽ ഉടനീളം, അതായത് ഒരു 200 മീറ്റർ അധികം നീളത്തിൽ ഇതാണ് അവസ്ഥ. ഇന്നലെ ഇതേ സമയത്താണ് അതായത് ഈ വിജയ് ഈ മേഖലയിലേക്ക് എത്തുന്നത്. രാവിലെ 12 മണിയോടുകൂടി എത്തും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. അങ്ങനെ 12 മണി തുടങ്ങി കാത്തുകെട്ടി നിൽക്കുന്ന ജനങ്ങളാണ്. ഈ ഷീറ്റടക്കം തകർന്നു വീണതൊക്കെ ഇന്നലത്തെ ഈ ഉന്തും തള്ളിനും ഇടയിലുണ്ടായ ഈ അപകടത്തിലാണ് ഇതെല്ലാം തകർന്നു
തകർന്നു വീഴുന്നത്. അങ്ങനെ ഈ സമയത്തോടു കൂടി വിജയ് ഇവിടെ എത്തുന്നു. ഈ റോഡരികിലെല്ലാം കാത്തുനിന്ന ജനം അവർ വിജയെ കണ്ടതോടുകൂടി കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നു. വാഹനം ഇവിടെ നിർത്തുന്നു. ഇവിടെ നിന്ന് വിജയ് ഇവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നത്. അതിനിടയിൽ ഒരു ആംബുലൻസിൽ ആദ്യം കൊണ്ടുപോകുന്നത് ഈ വിജയുടെ തന്നെ പാർട്ടി പ്രവർത്തകനെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് പിന്നീട് ഈ ഒരു കുട്ടി 9 വയസ്സുകാരിയെ കാണാതാകുന്നു. അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തുടർച്ചയായി പിന്നീട് ഉന്തും തള്ളും മറ്റു ആളുകൾ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ അങ്ങനെ ഉണ്ടാകുന്നു. എന്തായാലും ഈ അപകടം കഴിഞ്ഞ് നേരത്തോടെ നേരമാകുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം ഈ മേഖലയിലെത്തി ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങിയിട്ടുണ്ട്. പ്രജിത്ത്, സൂരജ് സജിയാണ് കരൂരിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. കരൂർ ദുരന്തത്തിൽ TVK ആരോപണങ്ങൾ തള്ളുകയാണ് തമിഴ്നാട് പോലീസ്. വിജയ്ക്ക് നേരെ കല്ലേറുണ്ടായിട്ടില്ലെന്ന് ADGP ഡേവിഡ്സൺ പറഞ്ഞു. ആളുകൾ അധികമാണെന്ന് TVK നേതാക്കളെ അറിയിച്ചിരുന്നുവെന്നും ADGP വ്യക്തമാക്കി. വിജയ്ക്ക് നേരെ കല്ലേറുണ്ടായെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നുമായിരുന്നു TVK മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിച്ചിരുന്നത്. എന്നാൽ ഈ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് പോലീസ്. ആളുകൾ അധികമാണെന്ന് നേതാക്കളെ അറിയിച്ചിരുന്നു. 15 മീറ്റർ മാറി പ്രസംഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവർ കേട്ടില്ലെന്നും ADGP. ஒரு அட்லீஸ்ட் 50 மீட்டர்ஸ் பிஃபோர் இந்த ஸ்பீக்கிங் பாயிண்ட்ல வச்சு பேசி சொல்லியிருக்கிறாரு. சரி, இங்க நிறுத்திக்கலாம், வேண்டாம், கூட்டம் ரொம்ப ஜாஸ்தியா இருக்குது, இங்க வச்சே பேசலாம்னு சொல்லிட்டு അതുക്കും அந்த ഓർഗനൈസേഴ്സ് മറുത്തിരിക്കാங்க. കുഴഞ്ഞു വീണവരെ ആശുപത്രിയിലെത്തിക്കാൻ കഴിയാത്ത വിധമുള്ള ജനക്കൂട്ടമായിരുന്നു. പോലീസ് കൃത്യമായ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആംബുലൻസുകൾ വന്നതെന്നും ADGP പറഞ്ഞു. 20 പേർക്ക് ഒരു പോലീസ് എന്ന നിലയിലാണ് സുരക്ഷ ഒരുക്കിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. 24 കരൂർ. കരൂർ അപകടത്തിന് പിന്നാലെ മുഖം രക്ഷിക്കൽ നടപടിയുമായി തമിഴക വെട്രിക് കഴകം അടുത്തയാഴ്ചയിലെ വിജയുടെ സംസ്ഥാന പര്യടനം റദ്ദാക്കി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും വിജയ് അറിയിച്ചു. വിജയ് വീട്ടിലിരുന്ന് ഓൺലൈനായി യോഗം ചേർന്നാണ് തീരുമാനങ്ങളെടുത്തത്. കരൂർ അപകടത്തിനു പിന്നാലെ ചെന്നൈയിലെ വീട്ടിലെത്തിയ വിജയ് ഇന്നലെ തന്നെ അഭിഭാഷകരുമായി സംസാരിച്ചിരുന്നു. രാവിലെ TVK ജനറൽ സെക്രട്ടറിമാരായ N ആനന്ദ്, ആദവ് അർജുന, അഭിഭാഷകൻ അറിവഴകൻ തുടങ്ങിയവരുമായി വിജയ് ഓൺലൈൻ യോഗം ചേർന്നു. വിജയുടെ മൗനം അപകടം ചെയ്യുമെന്ന് വിലയിരുത്തിയ യോഗത്തിനു ശേഷമാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷവും പരുക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നൽകുമെന്ന് വിജയ് പ്രഖ്യാപിച്ചത്. കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനമുയരാനുള്ള സാധ്യതയും ജനരോഷവും കണക്കിലെടുത്ത് അടുത്തയാഴ്ചയിലെ വിജയുടെ സംസ്ഥാന പര്യടനം റദ്ദാക്കി. അനിശ്ചിതകാലത്തേക്ക് പര്യടനം നീട്ടിവെക്കുമെന്നാണ് വിവരം. N ആനന്ദ് ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കുൾപ്പെടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നാളെ മദ്രാസ് ഹൈക്കോടതിയിൽ സർക്കാർ അപകട വിവരം ധരിപ്പിക്കും. വിജയെ പ്രതി ചേർക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതുമൊക്കെ ഹൈക്കോടതി പരാമർശങ്ങൾക്ക് പിന്നാലെയാകും തീരുമാനിക്കുക. 24 ചെന്നൈ. ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്തയിലേക്ക്. TVKയുടെ പരിപാടികളിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കേരളത്തിൽ നിന്നടക്കം പ്രൊഫഷണൽ ബൗൺസർമാരല്ലാത്തവരെ കൊണ്ടുപോയെന്ന ആരോപണം. 19-ന് മധുരയിൽ നടന്ന പരിപാടിക്ക് വേണ്ടി എറണാകുളത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പിൽ ബൗൺസേഴ്സിനെ ആവശ്യപ്പെട്ട് പരസ്യം വന്നു. നിരവധി പേർ ഇത്തരത്തിൽ ബൗൺസർമാരാകാൻ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട് എന്ന മലയാളിയുടെ ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. പ്രൊഫഷണൽസായിട്ടുള്ള ഒരു ഏജൻസി ഇവർ ഏൽപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഈ ഏജൻസി കൊണ്ടുവന്ന ബൗൺസേഴ്സ് ഇതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന ആളുകളെ നിരപരാധികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത എന്നാൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോകുന്ന ഹൈറ്റും വെയിറ്റും ഉള്ളവരെയാണ് ഈ ഏജൻസി ഒരുപക്ഷെ തെരഞ്ഞെടുത്തിട്ടുണ്ടാകുക. അതെ അതെ. അപ്പോഴാണ് ഈ കേരളത്തില് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പുകളിലാണ് ഈ ഒരു മെസ്സേജ് വന്നത്, ബൗൺസേഴ്സിനെ ക്ഷണിക്കുന്നു പറഞ്ഞു. അപ്പൊ അതിനകത്ത് അവര് നോക്കുന്നത് ഹൈറ്റും വെയിറ്റും കണ്ടു കഴിഞ്ഞാൽ ലുക്ക് കണ്ട് ഒരു ബൗൺസർ ആണെന്ന് തോന്നിക്കണം എന്നുള്ളതാണ് അവർ പറയുന്ന മാനദണ്ഡം. അതായത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പിലാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അമൽ, വിജയുടെ റാലിക്കിടെയുണ്ടായ വലിയ ദുരന്തം, 40 പേർ മരിച്ച സംഭവം, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചില വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. നേരത്തെ നടന്ന റാലികളിൽ പോലും ഇത്തരത്തിൽ സംഘാടനത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പ്രൊഫഷണൽ ബൗൺസേഴ്സ് അല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്തിയാണ് അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചത്. നേരത്തെ തന്നെ വിജയുടെ ബൗൺസർമാർ ജനങ്ങളോട് മോശമായി പെരുമാറിയെന്ന വാർത്തയും അടിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പുറത്തു വന്ന ഈ വെളിപ്പെടുത്തൽ, അതിന് പിന്നിൽ എന്താണ്, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് അമൽ?
TVKയുടെയും വിജയുടെയും രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടാവുകയും അതിനെ തുടർന്ന് തമിഴ്നാട് ഒന്നാകെ കണ്ണീരിലാഴ്ന്നു നിൽക്കുന്ന ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത 24 പുറത്തുവിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് TVKയുടെ പരിപാടികളിൽ ബൗൺസർമാരായിട്ട് ആളുകളെ നിയോഗിച്ചിരുന്നത് പല സംസ്ഥാനത്തിന്, അതായത് തമിഴ്നാടിന് പുറത്തും അകത്തും പുറത്തുമുള്ള പലയിടങ്ങളിൽ നിന്നായിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഈ ബൗൺസർമാരായിട്ട് കൊണ്ടുപോവുകയും ഈ പരിപാടി നിയന്ത്രിക്കാൻ നിയോഗിക്കുകയും ചെയ്തിരുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നടക്കം ആളുകളെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക്, പ്രത്യേകിച്ചും എറണാകുളത്തേക്ക് സ്വകാര്യ വാഹനങ്ങൾ, ബസ്സുകൾ അടക്കം വന്ന് ഇവിടെ നിന്നും ആളുകളെ കയറ്റി തമിഴ്നാട്ടിൽ ഈ പരിപാടി നടക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോവുകയും അവർക്ക് താമസവും ഭക്ഷണവും അതുകൂടാതെയുള്ള അവരുടെ ശമ്പളവും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ശമ്പളം കൈപ്പറ്റിയതിന്റെ അടക്കം തെളിവുകൾ, അതിന്റെ ചാറ്റുകൾ, വാട്സപ്പ് ചാറ്റുകൾ നമ്മളിപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ബൗൺസർമാരായി നിയോഗിച്ചു എന്നൊരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ ബൗൺസർ ജോലി ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ചില മികവുണ്ടായിരിക്കണം. ആ ജോലിയോട് പുലർത്തേണ്ട ചില സമീപനങ്ങളുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിവൈകാരികമായ സാഹചര്യങ്ങളെല്ലാം നേരിടേണ്ടതുണ്ട്. ഇതിനൊന്നും പരിശീലനം കിട്ടിയവരെ ആയിരുന്നില്ല ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. 19-ാം തീയതി മധുരയിൽ നടന്ന പ്രശ്നം നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് ബൗൺസർമാർ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉപദ്രവിക്കുന്ന ഒരു പരാതി അടക്കം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പരിപാടിയിലും ഇത്തരത്തിൽ ബൗൺസർമാരെ കൊണ്ടുപോകാൻ കേരളത്തിൽ നിന്ന് പലതരത്തിലുള്ള സംഘങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രജിത്ത്. ശരി, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വിവാഹപ്പന്തൽ ഉയരേണ്ട വീടുകൾ മരണാനന്തര ചടങ്ങിന് സാക്ഷ്യം വഹിച്ചതിന്റെ ഞെട്ടലിലാണ് കരൂർ എന്ന നാട്. അടുത്ത മാസം വിവാഹം നടക്കാനിരിക്കെയാണ് പ്രതിഷ്ഠിത വധൂവരന്മാരായ സൗന്ദര്യയ്ക്കും ആകാശിനും ജീവൻ നഷ്ടമായത്. കരൂർ മെഡിക്കൽ കോളേജ് മോർച്ചറി പരിസരത്ത് ഉള്ളുലയ്ക്കുന്ന വേദനയുടെ കാഴ്ചകളാണ്. മോർച്ചറിക്ക് മുന്നിലെ റോഡിൽ പലരും കരഞ്ഞു തളർന്നു കിടന്നു. സ്വബോധം വീണ്ടെടുക്കുമ്പോൾ വീണ്ടും വീണ്ടും പൊട്ടിക്കരയും, തളർന്ന് വീണ്ടും വീഴും. നെഞ്ചു കലങ്ങിയുള്ള അമ്മയുടെ വിളി കേട്ടിട്ടും സൗന്ദര്യ കണ്ണു തുറന്നില്ല. അടുത്ത മാസം മിന്നു ചാർത്തേണ്ട ആകാശിനൊപ്പം അവൾ പ്രിയപ്പെട്ടവരെ വിട്ട് യാത്രയായി. ഇരുവരുടെയും വിവാഹം അടുത്ത മാസം നടത്താനായിരുന്നു തീരുമാനം. അതിനിടയിലാണ് അടുത്ത സുഹൃത്തിനൊപ്പം ഇന്നലെ വിജയിയെ കാണാൻ പോയത്. கெஞ்சனோ போவாதீங்கன்னு கேட்க செத்த நேரத்தில் போய் 6:30 மணிக்கெல்லாம் என்கிட்ட பேசினாங்கப்பா. கும்பலா இருக்கு வந்துருங்க, என்ன வந்துடுறோம். நாங்கள் திருப்பி ஒரு 1/2 மணி நேரம் கமிச்சு பார்த்தா ஒன்றுமே இல்லைம்மா, போனோமா கிடக்குது. என் பிள்ளையும் என் மாப்பிளையும் போயிட்டாருப்பா. അടുത്ത മാസം കല്യാണം. സൗന്ദര്യയുടെയും ആകാശിന്റെയും ചേതനയേറ്റ ശരീരങ്ങൾ പുറത്തിറക്കിയപ്പോൾ നാടാകെ തേങ്ങി. കരൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം മുറിയിൽ നിന്ന് ഓരോ മൃതദേഹവും പുറത്തിറക്കുമ്പോൾ ആ കരച്ചിൽ ആർത്തിരമ്പിക്കൊണ്ടേയിരുന്നു. സൂരജ് സജി, 24. ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കണ്ടെത്തി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തിയത്. പീഠങ്ങൾ കാണാതായെന്ന ആരോപണം ഉന്നയിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. ശബരിമലയിൽ സമർപ്പിച്ച സ്വർണ്ണപീഠം കാണാനില്ലെന്ന ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരുന്നു. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ആറന്മുളയിലെ ഉൾപ്പെടെ ദേവസ്വം സ്റ്റോർ റൂമുകളിൽ അടിമുടി പരിശോധന. ഇതിനിടയിലാണ് വിജിലൻസ് സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരനെ ചോദ്യം ചെയ്തത്. ഈ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സഹോദരിയുടെ വെഞ്ഞാറമ്മൂട്ടിലെ വീട്ടിൽ നിന്നും സ്വർണ്ണപീഠം കണ്ടെത്തിയത്. 2021 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരൻ വാസുദേവന്റെ വീട്ടിലാണ് സ്വർണ്ണപീഠം സൂക്ഷിച്ചിരുന്നത്. വിവാദമായതോടെ വാസുദേവൻ സ്വർണ്ണപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരികെ ഏൽപ്പിച്ചു. ഇക്കഴിഞ്ഞ 13-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപീഠം സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയതെന്നും വിജിലൻസ് കണ്ടെത്തി. കോടതിയിലുള്ള കാര്യമായതിനാൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24-നോട്. ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് കൃത്യമായി കോടതിയിൽ സമർപ്പിക്കും. കോടതി വന്നിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിൽ കൂടുതലൊന്നും പറയാൻ എനിക്ക് നിർവാഹമില്ല.
സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അന്വേഷണമുണ്ടാകും. സ്വർണ്ണപീഠം കണ്ടെത്തിയെന്ന് കാണിച്ച് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. 24 പത്തനംതിട്ട. പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ എറണാകുളം തേവര സേക്രഡ് ഹാർട്ട് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന എൻവിറത്തൺ. വിവിധ വിഭാഗങ്ങളിലായി 1000-ലധികം ആളുകളാണ് ഹാഫ് മാരത്തണിൽ പങ്കെടുത്തത്. 21 കിലോമീറ്റർ ഹാഫ് മാരത്തണിൽ പുരുഷ വിഭാഗത്തിൽ അഭിനവ് സോണി, വനിതകളുടെ വിഭാഗത്തിൽ അഫീദ എന്നിവർ ജേതാക്കളായി. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് അടക്കമുള്ളവർ ജേതാക്കൾക്ക് അവാർഡുകൾ സമ്മാനിച്ചു. മനുഷ്യരുടെയും പ്രകൃതിയുടെയും ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം സമൂഹത്തിനു മുന്നിൽ വെച്ചുകൊണ്ടാണ് തേവര സേക്രഡ് ഹാർട്ട് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ എൻവത്തോൺ സംഘടിപ്പിച്ചത്. 21 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ വിഭാഗങ്ങളിലായി 1000-ലധികം പേരാണ് മത്സരങ്ങൾക്കായി എത്തിയത്. പുലർച്ചെ 5 മണിയോടെ സേക്രഡ് ഹാർട്ട് പബ്ലിക് സ്കൂളിൽ നിന്നായിരുന്നു തുടക്കം. വിദേശികളടക്കമുള്ളവർ മത്സരത്തിന് ആവേശമേകി. പ്രായവ്യത്യാസമില്ലാതെയുള്ള പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. പ്രധാന മത്സരം നടന്ന ഹാഫ് മാരത്തണിൽ പുരുഷ വിഭാഗത്തിൽ അഭിനവ് സോണി, വനിതകളുടെ വിഭാഗത്തിൽ അഫീദ എന്നിവർ ജേതാക്കളായി. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് അടക്കമുള്ളവർ ജേതാക്കൾക്ക് അവാർഡുകൾ സമ്മാനിച്ചു. 24 കൊച്ചി. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. CPI-യിൽ കൂട്ടക്കൊഴിഞ്ഞുപോക്ക് എന്നാണ് വാർത്ത. പറവൂർ മേഖലയിൽ നിന്ന് 100-ലധികം അംഗങ്ങൾ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. CPI വിടുന്നവർ CPIM-ൽ ചേരും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. വിഭാഗീയ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ പാർട്ടി വിടൽ എന്നുകൂടി മനസ്സിലാക്കുന്നു. ശ്യാംകുമാറാണ് ഇപ്പോൾ ആ വാർത്ത കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. CPI-യിൽ കൂട്ടക്കൊഴിഞ്ഞുപോക്ക്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് ഫൈനലാണ്. രാത്രി 8-ന് ദുബായിലാണ് മത്സരം. 9ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. അനിൽ വാസ്തേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അനിൽ, കണക്കുകളിൽ ഇന്ത്യയാണ് മുന്നിലെങ്കിലും പകവീട്ടാനായിരിക്കുമല്ലോ പാകിസ്ഥാൻ ഇറങ്ങുക. അപ്പോൾ തീപാറും മൈതാനത്തല്ലേ? തീർച്ചയായും ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് അത്തരമൊരു തീപാറും പോരാട്ടത്തിന് തന്നെയാണ്. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ആധിപത്യം തുടരാൻ തന്നെയാണ് ഇന്ത്യ ഇറങ്ങുന്നത്. സൂപ്പർ 4-ലും അതിനു മുമ്പ് ഗ്രൂപ്പ് സ്റ്റേജിലും ഇന്ത്യക്കായിരുന്നു ജയമുണ്ടായിരുന്നത്. അത് ആവർത്തിച്ച് ഒരു ടൂർണമെന്റ് ചരിത്രത്തിൽ 3 തവണ ഒരു ടീമിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ചരിത്ര നേട്ടത്തോടുകൂടി 9ാം ഏഷ്യ കപ്പ് നേട്ടമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതേസമയം കഴിഞ്ഞ 2 കളികളിലും തോറ്റതിന്റെ പക വീട്ടി 3ാം കിരീടത്തിൽ മുത്തമിടാമെന്ന പ്രതീക്ഷയിലാണ് പാകിസ്ഥാനുള്ളത്. ഇന്ത്യ ലോക ചാമ്പ്യന്മാരാണ്, ഏഷ്യൻ ചാമ്പ്യന്മാരാണ്, ലോക 1ാം നമ്പർ ടീമാണ്. ആ ഒരു പ്രകടനം ഇന്ത്യയിൽ നിന്ന് ഇന്ന് ആവർത്തിക്കുമെന്ന് കരുതാം. ഇന്ത്യൻ നിരയിൽ സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾക്ക് ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അഭിഷേക് ശർമ്മ അടക്കമുള്ളവരുടെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനവും കുൽദീപ് യാദവിന്റെ കറക്കും പന്തുകളുമാണ് ഇന്ത്യൻ പ്രതീക്ഷ. എന്തായാലും ഇന്ത്യ 9ാം കിരീടത്തിലേക്ക് അടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇതോടെ വാർത്താ സന്ധ്യ പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.